സിപിഎം സംസ്ഥാന സമ്മേളന നഗരിയിൽ സ്ഥാപിക്കാൻ വയലാറിന്റെ വിപ്ലവ മണ്ണിൽ നിന്നെത്തിയ പി.കെ. ബിജു ക്യാപ്റ്റനായ ദീപശിഖ റാലി കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചു. ജില്ലാ അതിർത്തിയായ പ്രയാറിൽ വികാരോജ്വലമായ വരവേൽപ്പ് ലഭിച്ചു. പാതയോരങ്ങളിൽ പതിനായിരങ്ങൾ ദീപശിഖ പ്രയാണത്തെ കാത്തുനിന്നു. മുദ്രാവാക്യം മുഴക്കിയും പുഷ്പവൃഷ്ടി നടത്തിയും അവർ റാലിയെ നെഞ്ചേറ്റി. ധീര രക്തസാക്ഷികളായ അജയപ്രസാദ്, നൂറുദ്ദീൻ, ഇ ഭാസ്കരൻ, പാവമ്പ, മണിയമ്പിള്ള രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നുള്ള ദീപശിഖ റാലികൾ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി.കെ. ബിജു ക്യാപ്റ്റനും ജാഥാംഗം വി വസീഫ്, മാനേജർ ചന്ദ്രബാബു എന്നിവർ നയിക്കുന്ന ദീപശിഖ പ്രയാണത്തിൽ അണിചേർന്നു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ സോമപ്രസാദ്, സൂസൻകോടി എന്നിവരുടെ നേതൃത്വത്തിൽ ദീപശിഖ ജാഥയെ സ്വീകരിച്ചു. മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ, എം ശിവശങ്കരപിള്ള, ജി മുരളീധരൻ, പി.ബി. സത്യദേവൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ദീപശിഖയുമായിട്ടുള്ള പ്രയാണം ആരംഭിച്ചത് ധീരരായ പോരാളികൾ ഈ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൻ്റെ ബലിപ്പുരയിൽ നിന്നാണ് 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി കൊല്ലത്ത് ചേരുന്ന സിപിഎം സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഈ ദീപശിഖയുമായി ഞങ്ങൾ എത്തുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങളെടുക്കുന്ന ഒരു സമ്മേളനമാണ് കൊല്ലത്ത് 6 മുതൽ 9 വരെ നടക്കാൻ പോകുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത് കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സുപ്രധാനമായ തീരുമാനങ്ങൾ ഈ സമ്മേളനത്തിലുണ്ടാവും. കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത നയിക്കുന്ന കൊടിമര ജാഥ ശൂരനാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ദീപശിഖ പ്രയാണങ്ങളും പതാക കൊടിമര ജാഥകളും പൊതുസമ്മേളന നഗരിയായ കൊല്ലം ആശ്രാമം സീതാറാം യെച്ചൂരി നഗറിൽ സംഗമിക്കും. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സമ്മേളന സംഘാടക സമിതി ചെയർമാനുമായ KN ബാലഗോപാൽ പതാക ഉയർത്തും. തുടർന്ന് ജില്ലയിലെ 23 രക്തസാക്ഷി സ്മൃതി കുടീരങ്ങളിൽ നിന്നുള്ള ദീപശിഖകൾ സംഗമിച്ച് പ്രതീതി സമ്മേളന വേദിയായ കോടിയേരി ബാലകൃഷ്ണ നഗറിൽ സമാപിക്കും. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.